ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ക്ലീനിങ് ആയാലോ? അങ്ങനെ നമ്മൾ ഈ ഭാഗമാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മൾ ആ ഭാഗം ഒന്നൊന്ന് തിരിച്ചു വയ്ക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് എൻ്റെ. അങ്ങനെ നമ്മൾ ചെയ്യുവാണ്. സാധനം എല്ലാം പറക്കി ഇങ്ങോട്ട് മാറ്റി വെക്കണ്ടേ, അപ്പം അതെല്ലാം മാറ്റി വെച്ച് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ആ സാധനം ഫുള്ള് മാറ്റണം നമ്മൾ. ആ സ്റ്റാൻഡിൽ എല്ലാം ഫുള്ള് മാറ്റിയിട്ട് വേണം നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ സാധനം മൊത്തം പറക്കി വെക്കുവാണ്. ഒത്തിരി ഉണ്ട്, ഗ്ലാസ് പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസിൻ്റെ സാധനം മൊത്തം വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം വീണ് പൊട്ടുകയും ചെയ്തു നേരത്തെ, ഇപ്പോഴല്ല നേരത്തെ. അങ്ങനെ നമുക്ക് ഭയങ്കര ചൂടാണ്, കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക്, അതുപോലെ നല്ല ചൂടാണ്. അങ്ങനെ ടേബിൾ ഫാനൊക്കെ ഇട്ട് എല്ലാ സാധനവും ഞാൻ പറക്കുവാണ്. അങ്ങനെ സാധനം എല്ലാം പറക്കി പകുതിയോളം തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് സാധനം തിരിച്ച് വെക്കുവാണേ. തിരിച്ച് വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വന്ന് തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് തുടച്ചിട്ട് നമുക്ക് തിരിച്ച് വെക്കാമെന്നുള്ള പ്ലാനിലാണ്. തിരിച്ച് വെച്ചിട്ട് ഇനി സംഭവം അവിടെ എല്ലാം അടുക്കി വെക്കാമെന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ തിരിച്ച് വെച്ച് തുടച്ച് നമുക്കിനി സാധനങ്ങളെല്ലാം അടുക്കി നല്ലതായിട്ട് ഒന്നുകൂടെ ഒരു മണി പ്ലാന്റും വെച്ച് 3 മണി പ്ലാന്റ് വെച്ച് പക്ഷെ ആ സംഭവം വെക്കാൻ വേണ്ടി നോക്കി, അതും കൂടെ പക്ഷെ അത് പറ്റിയില്ല, വൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചില്ല. അങ്ങനെ സാധനം നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെക്കാൻ പോവുകയാണേ. കുരുമുളക്, മഞ്ഞൾപ്പൊടി, എല്ലാം കൊണ്ട് അറിയാമല്ലോ, കിച്ചണിലേക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ എല്ലാം കുഞ്ഞു ടിന്നിൽ മൊത്തം ഞാൻ അവിടെ അടുക്കി വെക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലാണെങ്കിൽ എനിക്ക് ഈ ടൈമിൽ ചെയ്യാമെന്ന് വെച്ചാൽ ദേവൻ ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ചെയ്യുന്നത്. ദേവൻ നിന്നിട്ട് ഒരു പരിപാടി നടക്കത്തില്ല, നല്ല മോശമായിട്ട്. അങ്ങനെ നമ്മൾ മേളിലെല്ലാം കവർ ചെയ്തു. ഇനി താഴോട്ട് കുരുമുളക്, അതൊരു കുഞ്ഞ ടിന്നിലുള്ള കുരുമുളക് അങ്ങനെയുള്ള സംഭവം, അതാണ് ആ സൈഡിൽ വെച്ച്. പിന്നെ കായപ്പൊടി, നെയ്യ് അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങളെല്ലാം താഴെ ഫില്ല് ചെയ്യുവാണ്. അങ്ങനെ 2 ലെയർ നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി ആവശ്യമില്ലാത്ത സാധനം മൊത്തം മാറ്റി കേട്ടോ. അല്ലെ പിന്നെ ഭയങ്കര പാടാണ് എടുക്കാൻ, ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് താഴെയും വെച്ചു സാധനങ്ങൾ. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞു ടിന്നിനേക്കാളും ഇച്ചിരി വെക്കുമല്ലോ, മാറ്റി വലിയ ടിന്നിൽ വെക്കുമല്ലോ, അതിനകത്ത് കുഞ്ഞു ടിന്നിലെ തീരുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാമല്ലോ. അങ്ങനെ ടൈപ്പുള്ളതാണ് ഇപ്പം ഏറ്റവും താഴെ വയ്ക്കുന്നത്. അങ്ങനെ അതും വെച്ച് സെറ്റ് ചെയ്ത് അവിടെല്ലാം തുടച്ച്, പിന്നെ നമ്മൾ അവിടെല്ലാം വെച്ച്, പിന്നെ നമ്മളൊരു ഡപ്പയൊക്കെ ഉണ്ടല്ലോ, ബൂസ്റ്റ്, ഏട്ടനും ബ്രൂവിൻ്റെ കാപ്പി എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ അതും വെച്ച്, പിന്നെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നിട്ട് അടിക്കുക. റബ്ബർ ബാൻഡാണ് അത് കാണുന്ന കേസ്. ഞങ്ങൾ എല്ലാം മേടിക്കുന്നതെല്ലാം നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് വെക്കുവേ, ഇതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ജനലിൻ്റെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ ഗ്യാസിൻ്റെ അകത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. ഗ്യാസിൻ്റെ അവിടോട്ട് പോയി അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മൾ സ്ക്രബിട്ട് നല്ലതായിട്ട് തേച്ച് അവിടെ എല്ലാം തുടച്ച് കേട്ടോ. നമ്മൾ പാചകം ചെയ്യുന്ന എല്ലാം അതിനകത്തങ്ങ് ആവും. അപ്പം പിന്നെ ഉണങ്ങി പിടിച്ചിരിക്കും, അപ്പം പിന്നെ പാടാണ് ഇളകിപ്പോവാൻ. അങ്ങനെ പിന്നെ നല്ലതായിട്ട് സോപ്പ് കേട്ട് സ്ക്രബിട്ട് നല്ലതായിട്ട് തുടച്ചെടുത്ത്, അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ സെയിം അങ്ങനെ തന്നെ തുടച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കിച്ചണ് ഫുള്ള് ചെയ്യാനുള്ള പ്ലാനാണ്. പക്ഷേ ദേവൻ ഇടയ്ക്ക് ഇന്നിട്ട് എനിക്ക് പാടായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. എവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രയൊന്നും ഞാൻ വീഡിയോ ഇടാം. പിന്നെ ബാക്കി ക്ലീൻ ചെയ്യുന്നതും വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ വീഡിയോ ഇടാം. ഓക്കെ. അങ്ങനെ നമ്മൾ മണി പ്ലാന്റ് നമ്മൾ ജനലിൻ്റെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അത് മാറ്റിയിട്ട് അങ്ങനെ അതും മാറ്റി അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഏകദേശം ഒരു പരുവം അതായി. പിന്നെ കുറച്ച് ഡപ്പയിലൊക്കെ ഞാൻ പറഞ്ഞില്ല ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതെല്ലാം എടുത്ത് മാറ്റുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ അങ്ങനെ ഓരോന്നും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ദേവന് ഏത്തക്ക പൊരിച്ച് നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്ക. അങ്ങനെ ഏത്തക്ക പൊരിക്കുന്ന മെനഞ്ഞാന്ന് ഞാൻ ഏത്തപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതാണ്. അങ്ങനെ
അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പാത്രം വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതും വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ആ ഭാഗം കൂടി എനിക്ക് ഒന്ന് അടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പോഴത്തേക്കിന് ദേവൻ എനിക്ക് സീനായി. അങ്ങനെ കുറച്ച് പാത്രം ഉള്ളതങ്ങ് പെട്ടെന്ന് കഴുകി വെക്കുവാണ്. ഭയങ്കര നല്ലൊരു സൗണ്ട് ആയാൽ പെട്ടെന്ന് ദേവൻ എണീറ്റിരിക്കും. അതുകൊണ്ട് ഞാൻ പെതിയെ പിന്നെ ഞാൻ വീഡിയോ സ്പീഡാക്കി വെക്കും. അതുകൊണ്ടാണ് സ്പീഡിൽ കാണുന്നത്. പെതിയാണ് ഞാൻ കഴുകിയത്. കാരണം ദേവൻ എന്നിട്ട് പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ പാത്രമെല്ലാം കഴുകി അവിടെല്ലാം കഴുകി വൃത്തിയാക്കി. അപ്പോഴത്തേന് കേസുന്നുണ്ട് ദേവൻ എന്നിട്ട് വന്ന് അവൻ്റെ ഒരു എന്നിട്ട് പിന്നെ അവനങ്ങ് മൂശാട്ടയാണ് കേസ്. ഒരു പരിപാടി നടക്കത്തില്ല. അങ്ങനെ കണ്ട മൂശാട്ടം എടുത്തിരിക്കുക. എന്താ വേണമെന്നല്ല ഞാൻ ചോദിക്കുന്നുണ്ട്. അവന് ടാറ്റയും ബ്ലേങ്കീസും കൊടുക്കാൻ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവനൊന്നും ഉറക്കത്തിൻ്റെ മൂഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഏതാണ്ടൊക്കെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയ അവിടെ മൂശാട്ടയാണ്. ഉറക്കത്തിൻ്റെ ഒരു ഇതായി നിൽക്കുവാണ്. ഇച്ചിരി കഴിയുമ്പോഴേ ആൾ ഓക്കെ ആകത്തുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല മുഷാട്ടയാണ്. അങ്ങനെ നമ്മൾ ഒരുമാതിരി സെറ്റാക്കി വെച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് നമ്മൾ ഷാർജ അടിക്കാൻ പോയി ഗെയ്സ്. ദേവൻ ഷാർജ വേണമെന്ന് പറഞ്ഞ് ഷാർജ അടിച്ചു. പക്ഷെ സാറ് കുടിച്ചില്ല, ഞങ്ങൾ കുടിച്ചു. ഞാനും അമ്മയും കൂടെ കുടിച്ചു ഷാർജ. അങ്ങനെ ഷാർജ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു ഇച്ചിരി പാലിരിപ്പുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ഏട്ടൻ അടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ പാലെടുത്ത് ഞാൻ ബാക്കിയും കൂടെ അടിച്ച് സെറ്റാക്കി. അപ്പം നമ്മുടെ വീഡിയോ അതിങ്ങനെ നമ്മുടെ പകുതിയും ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുക്കി വെച്ചത്. അങ്ങനെ പകുതി മണി പ്ലാന്റൊക്കെ 3 വെച്ച്, അങ്ങനെ ഒരെണ്ണം ജനലിൻ്റെ അവിടെയും വെച്ച്. നമ്മുടെ പുറഭാഗമാണ് ആ ഭാഗം കാണുന്നത്. അങ്ങനെ നമ്മളിതാണ് ഈ ഭാഗം ക്ലിയർ ചെയ്തത്. ബാക്കി ഗ്യാസിൻ്റെ അവിടെ ഭാഗവും അവിടെ ഭാഗവും കൂടെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. ബാക്കി ഇവിടെ ഇത്രയും ചെയ്യാനുണ്ട്. പിന്നെ ഒരു ദിവസം അപ്പോഴത്തേക്കും ദേവൻ എണ്ണിട്ടല്ലോ, അപ്പോൾ പിന്നെ പറ്റിയില്ല. അങ്ങനെ അത്രയും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇതാണ് ഗൈസ് എൻ്റെ കുഞ്ഞ് കിച്ചൺ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.